നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഒരു വാർത്തയാണ്. ഗ്രിൻഡർ ഡേറ്റിംഗ് എന്ന ആപ്ലിക്കേഷനിലൂടെ യുവാക്കളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന സംഘത്തെ വെഞ്ഞാറമൂട് പോലീസ് പിടികൂടിയിരിക്കുന്നു എന്ന് പറയുന്ന പുതിയ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. യുവാക്കളാണ് ഈ ഗ്രിൻഡർ ഡേറ്റിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഉടൻ തന്നെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ചാറ്റ് ചെയ്യുവാനായി സമീപിക്കും. ഈ ചാറ്റ് ചെയ്യുന്നവരുടെ ലക്ഷ്യങ്ങൾ പലതാണ്. ഇവർ ഈ ഗ്രിൻഡർ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യുവാക്കളെ വശീകരിക്കും. അതിനുശേഷം ഒരു രഹസ്യ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തും. തുടർന്ന് വാഹനത്തിൽ ഇവരെ തട്ടിക്കൊണ്ടു പോവുകയും കയ്യിലുള്ള സ്വർണവും പണവും ഒക്കെ അപഹരിച്ച് രഹസ്യ ഭാഗങ്ങളിൽ വെച്ച് രഹസ്യമായ റോഡുകളിൽ ഇട റോഡുകളിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന ഒരു സംഘത്തെയാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് പിടികൂടിയിരിക്കുന്നത്. 7/8/2025 തീയതിയാണ് ഈ കുറ്റകൃത്യം നടക്കുന്നത്. കുറ്റകൃത്യം നടന്ന ഉടൻ തന്നെ ഈ പ്രതികളെ അന്വേഷിച്ച് നാം പല ഭാഗത്തും നോക്കിയെങ്കിലും മൊബൈൽ ഫോൺ ഇതിനുവേണ്ടി ഉപയോഗിക്കാതിരുന്നത് തടസ്സമായി, പ്രതികളെ കണ്ടെത്താൻ തടസ്സമായി. പിന്നീട് സൈബർ ഫോറൻസിക്കിൻ്റെയും സൈബർ സെല്ലിൻ്റെയും സഹായത്തോടു കൂടി ഈ പരാതിക്കാരൻ്റെയും മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫാക്ടറി റീസെറ്റ് ചെയ്യപ്പെട്ട വിവരങ്ങൾ റിട്രീവ് ചെയ്താണ് നമ്മൾ പ്രതികളിലേക്ക് എത്തുന്നത്. കുളത്തുപുഴ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട സംഘത്തിലെ 3 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയും അത് വെരിഫൈ ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റ് 3 പ്രതികൾ 2 വാഹനങ്ങൾ 2 ബൈക്കുകളിലായി എറണാകുളം ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ ലൊക്കേഷനിൽ കിട്ടി ആയത് ഹൈവേ പോലീസിന് ഷെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുന്നപ്ര വെച്ച് ഹൈവേ പോലീസാണ് ഇതിലെ 3 പ്രതികളെ അവിടെ പിടികൂടുന്നത്. പിന്നാലെ എത്തിയപ്പോൾ നമ്മുടെ വെഞ്ഞാറമൂട് പോലീസ് സംഘം അവരെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഓൺലൈൻ കെണിയൊരുക്കി യുവാവിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ചിതറ സ്വദേശി ഉൾപ്പെടെ 4 പ്രതികൾ അറസ്റ്റിൽ. വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവിനെ ഗ്രിൻഡർ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെടുകയും മുക്കന്നൂർ ജംഗ്ഷനിൽ വിളിച്ചു വരുത്തി കാറിൽ കടത്തിക്കൊണ്ടുപോയി 2 പവൻമാലയും അരപ്പവൻ മോതിരവും ഊരിവാങ്ങി മർദ്ദിച്ചവശനാക്കി പാലോട് സുമതി വളവിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. കേസിലെ 4 പ്രതികളെയാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചിതറ കൊല്ലായിൽ പണിക്കവെള്ള വീട്ടിൽ 24 വയസ്സുള്ള സുധീർ, മടത്തറ പുന്നമ്മൻ വയലിൽ തടത്തരികത്ത് വീട്ടിൽ മുഹമ്മദ് സൽമാൻ 19 വയസ്സ്, പോരേടം മണലയം അജ്മൽ മനസ്സിലിൽ 19 വയസ്സുള്ള ആഷിഖ്, കൊല്ലായിൽ ചിതറ കോങ്കലിൽ പുത്തൻ വീട്ടിൽ 18 വയസ്സുള്ള സജിത്ത് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച ആൾട്ടോ കാർ പോലീസ് പിടിച്ചെടുത്തു. വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവ് ഓൺലൈൻ വഴി ഗ്രിൻഡർ ഡേറ്റിംഗ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ആപ്പ് വഴി 10 കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾ ബന്ധപ്പെട്ടു. യുവാവും 2 പ്രതികളും കണ്ടുമുട്ടുന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞ ഭാഗത്ത് കാറിൽ ഇരിക്കുന്ന സമയം അപരിചിതരെ പോലെ മറ്റു 2 പ്രതികൾ വരികയും കാറിൽ കയറി അതിവേഗം ഓടിച്ചു പോവുകയും പിന്നീട് കവർച്ച ചെയ്യുകയുമായിരുന്നു ചെയ്തത്. 7/8/2025 വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിൽ മുക്കന്നൂർ ഭാഗത്ത് പരാതിക്കാരനായ ആൾ ചുവന്ന ആൾട്ടോ കാറിൽ വരികയും 2 പ്രതികളെ കണ്ടുമുട്ടുകയും ചെയ്തു. മറ്റു 2 പേർ ആകസ്മികമായി വരികയും പരാതിക്കാരനെ മർദ്ദിക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം മുഖം മൂടിക്കെട്ടുകയും കാറിൽ കടത്തിക്കൊണ്ടുപോയി ആഭരണം ഊരിയെടുത്ത ശേഷം മർദ്ദിച്ച് അവശനാക്കി പാലോട് സുമതി വളവിൽ ഇറക്കി വിടുകയുമായിരുന്നു എന്നാണ് പരാതി. നിരവധി ആളുകളുടെ പണം ഇതുപോലെ അപഹരിച്ചിട്ടുള്ളതായി പ്രതികൾ പറയുന്നു. പലരും അപമാനം ഭയന്ന് പുറത്ത് പറയുകയില്ല. ഇത് മുതലെടുത്താണ് പ്രതികൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇത്തരത്തിൽ ആളുകളെ നിർബാധം കൊള്ളയടി തുടർന്നു ിരുന്നത്. കയ്യിൽ ആഭരണങ്ങളും പണവും ഇല്ലാത്തവർക്ക് ഗൂഗിൾ പേ നമ്പർ നൽകും. പണം നൽകിയില്ലെങ്കിൽ വിവരം പുറത്തു നൽകുമെന്നും അശ്ലീല പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഫോട്ടോകൾ പുറത്തുവിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. പ്രതികൾ കുറ്റകൃത്യം ചെയ്യുന്നത് വളരെ ആസൂത്രണത്തോടെയാണ്. മൊബൈൽ ഫോൺ നമ്പർ വഴി ബന്ധപ്പെടുന്നത് ഒഴിവാക്കി ആപ്പ് വഴി മാത്രമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് പ്രതികളെ തിരിച്ചറിയുവാൻ തടസ്സമായി. കുറ്റകൃത്യത്തിനിടയിൽ പരാതിക്കാരന്റെ മൊബൈൽ ഫോൺ പ്രതികൾ ഫാക്ടറി റീസെറ്റ് ചെയ്ത് ഡേറ്റ മുഴുവൻ ഡിലീറ്റ് ചെയ്തിരുന്നു. ഇത് കാരണം പ്രതികളിലേക്ക് എത്തുവാൻ യാതൊരു വിധമായ സൂചനയും ലഭിച്ചില്ല. തുടർന്ന് സൈബർ ഫോറൻസിക് വഴി പരാതിക്കാരന്റെ ഡിലീറ്റ് ചെയ്ത ഡേറ്റകൾ റീസ്റ്റോർ ചെയ്തുകൊണ്ടാണ് കൃത്യം നടന്ന് 24 മണിക്കൂറിനകം പ്രതികളിലേക്ക് എത്തിയത്. ഒരു പ്രതിയെ കുളത്തൂപ്പുഴയിൽ നിന്നും 8/7/2025 രാത്രി അറസ്റ്റ് ചെയ്തറിഞ്ഞ മറ്റു പ്രതികൾ 2 ബൈക്കുകളിലായി എറണാകുളത്തേക്ക് കടക്കവേ വെഞ്ഞാറമൂട് പോലീസ് പ്രതികളുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരം നൽകിയതനുസരിച്ച് ആലപ്പുഴ പുന്നപ്ര വെച്ച് ഹൈവേ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. കവർച്ച ചെയ്തെടുത്ത മുതലുകൾ കൊല്ലം ജില്ലയിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി 1.25 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ഇവർ സമ്പാദിച്ചത് ലക്ഷങ്ങളാണ്.
പണം മുഴുവൻ മുഖ്യ സൂത്രധാരനായ പ്രതിയുടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചതായാണ് വിവരം. ഒന്നാം പ്രതി സുധീറിന് സ്വന്തമായി വാടകയ്ക്ക് നൽകുന്ന നിരവധി കാറുകളും മറ്റുമുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തുടരന്വേഷണം നടത്തും. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ വെഞ്ഞാറമൂട് SHO ആസാദ് അബ്ദുൽ കലാം, സബ് ഇൻസ്പെക്ടർമാരായ സജിത് ഷാൻ, രാജു, CPOമാരായ പ്രസാദ്, സന്തോഷ്, നജിം ഷാ, മിഥുൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ കൃത്യം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ വലയിലാക്കിയത്.